വന്യജീവി ആക്രമണങ്ങളിൽ മലയോര മേഖലകൾ നിരന്തരം ചോരയൊഴുക്കുമ്പോഴും അധികൃതരുടെ കണ്ണ് തുറക്കുന്നില്ല എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് തൃശൂർ മുള്ളൂർക്കരയിൽ നിന്നും പുറത്തുവരുന്നത്. മുള്ളൂർക്കരയിലെ ജനവാസ മേഖലയായ വാഴക്കോട്ട് വീണ്ടും കാട്ടാനിറങ്ങി കനത്ത നാശനഷ്ടങ്ങളാണ് വിതച്ചത്. പതിവ് പോലെ സന്ധ്യ മയങ്ങിയതോടെയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിറങ്ങിയത്. പ്രദേശത്തെ കർഷകരുടെ ജീവനോപാധിയായ കൃഷിയിടങ്ങൾ മുഴുവൻ ആന ചവിട്ടിമെതിച്ചു. ഇതിനു പുറമെ 2 വീടുകളുടെ ചുറ്റുമതിലുകൾ തകർക്കുകയും വീടുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരം പുലരുവോളം ജീവൻ കയ്യിൽ പിടിച്ചാണ് സാധാരണക്കാർ വീടുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം അതീവ രൂക്ഷമാണ്. സന്ധ്യാസമയങ്ങളിലും പുലർച്ചെയുമാണ് വന്യമൃഗങ്ങൾ ഇവിടെ നാടിറങ്ങുന്നത്. എന്നാൽ ആനയെ തുരത്തുന്നതിൽ വനം വകുപ്പ് കാട്ടുന്നത് കടുത്ത അനാസ്ഥയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷയ്ക്കെത്തേണ്ട RRT സേവനങ്ങൾ പോലും കൃത്യമായി ലഭിക്കുന്നില്ല. ഇനിയും ഒരു മനുഷ്യജീവൻ കൂടി കാട്ടാനയ്ക്ക് മുന്നിൽ പൊലിയുന്നതുവരെ കാത്തിരിക്കാനാണോ വനം വകുപ്പിന്റെ ഭാവമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.